ആര്യ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഞാനിട്ട വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ആര്യ ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ്. അതിന് നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ ആര്യ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, സ്റ്റിച്ച് നീഡിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അത് അതിൻ്റെ ഉള്ളിൽ വന്ന് ഇത് വലിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് വരുമ്പോഴത്തേക്കും സാധാ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടും വളരെ എളുപ്പത്തിലായിരിക്കും നമുക്ക് ഈ ആര്യ നീഡിൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും. സമയവും അധികം എടുക്കില്ല. മറ്റേ നീഡിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് വലിച്ച് എടുത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാദ്യം തന്നെ നമ്മൾ സാധാ ചെയിൻ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയിൻ ഇട്ട് കൊടുത്ത പോലെ തന്നെ ചെയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ തീർന്നതിൽ നിന്ന് പിന്നെയും മുന്നോട്ടായിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനാണ് ആര്യ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്കത് ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ചെയിൻ പിന്നെ വലിച്ചെടുക്കാൻ കിട്ടില്ലായിരിക്കും. ചെയ്ത് വരുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല സ്റ്റിച്ചിങ്ങിൻ്റെയും ആര്യ വർക്കിൻ്റെയും എംബ്രോയ്ഡറി, മ്യൂറൽ പെയിൻറ്റിങ് ഇതിൻ്റെയൊക്കെ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് വീണ്ടും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.